ADHD ഹ്യൂമൻ്റെ ഡേ ഇൻ മൈ ലൈഫാന്ന് പറഞ്ഞിട്ട് ഇത്ര ശാന്തവും സമാധാനമായിട്ട് പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും എന്നെക്കൊണ്ട് അങ്ങ് ഒക്കെയല്ലെന്നേ. ADHD ഉണ്ടെന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന പിടപ്പ് ഇതെനിക്ക് ജന്മനാ ഉള്ളതാണ്. സത്യം പറഞ്ഞ ADHD എനിക്കുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടൊന്നുമില്ല. പക്ഷേ സൈക്യാട്രിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കൊളീഗ്സൊക്കെ എൻ്റെ ഈ പിടപ്പ് കാണുമ്പോൾ പറയും, നിനക്ക് ADHD ആണെന്നാണ് തോന്നുന്നേ എന്ന്. ADHD എന്ന കണ്ടീഷനെ കളിയാക്കുകയോ അതുള്ളവരെ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്തതൊന്നും അല്ല കേട്ടോ ഞാൻ. ഐ ഡു റിയലി റെസ്പെക്ട് ദോസ് ഹു ഹാവ് ADHD. അവരനുഭവിക്കുന്ന സ്ട്രഗിൾ എന്താണെന്ന് എനിക്ക് നല്ലോണം അറിയാം. ബൈ ദ വേ, നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. ഇന്നെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാത്തൊരു ഡേ ഇൻ മൈ ലൈഫാണെന്ന് അറിയാമെങ്കിലും ഷൂട്ട് ചെയ്ത് പോയില്ലേ എന്നോർത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് ഭയങ്കര സമാധാനപരമായി ഷൂട്ട് ചെയ്ത് അതിൻ്റേതായ എസ്തെറ്റിക്കിൽ പ്രസൻറ്റ് ചെയ്യണം എന്നൊക്കെയാണ് ഞാനിത് ഷൂട്ട് ചെയ്തപ്പോൾ വിചാരിച്ചത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെക്കൊണ്ട് അത് ഒക്കെയല്ലെന്നേ. കാരണം ഒരു പിടപ്പ് ഇല്ലെങ്കിൽ ഇതുപോലെ വിളുവിളാന്ന് സംസാരിക്കുക അതെനിക്ക് ചെറുപ്പം മുതൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ബീയിങ് എലോൺ ഈസ് എൻ ആർട്ട് എന്ന് ആരാ പറഞ്ഞത്? ആ പറഞ്ഞവനെങ്ങ് വിളി, ചോദിക്കട്ടെ ഞാൻ. പക്ഷേ ആ പറഞ്ഞത് ഞാൻ തന്നെയായിരുന്നു കേട്ടോ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓർക്കുന്നത്, ഇത്രയും സംസാരിക്കാൻ ഇഷ്ടമുള്ള ആൾക്ക് സംസാരിക്കാൻ ആരും കൂട്ടില്ലാണ്ടാവുക എന്ന് പറയുന്നത് ഇച്ചിരി പെയിൻഫുള്ളായ കാര്യമാണെന്ന്. സംസാരിക്കാൻ ആരും ഇല്ലാത്തതോ പോട്ടെ, എനിക്കൊരു സെക്കൻഡ് അടങ്ങി നിൽക്കാൻ കഴിയുകയല്ലെന്നേ. അതെന്താണെന്ന് എനിക്കറിയില്ല. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പിടച്ചുകൊണ്ടിരിക്കും ഞാൻ. എൻ്റെ ദോശ കണ്ടില്ലേ? ഈ ദോശ കണ്ടറിയാം എൻ്റെ നൈറ്റ് ഷിഫ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. വളരെ ത്രിജിയായ ഒരു ഷിഫ്റ്റ് കഴിഞ്ഞാണ് ഞാനിപ്പോൾ വീട്ടിൽ എത്തിയിരിക്കുന്നത്. ഷിഫ്റ്റ് എത്ര മോശമായാലും നമ്മൾ ഉപയോഗിച്ച പാത്രങ്ങൾ അപ്പം കഴുകി വയ്ക്കണം. അതെൻ്റെ ഒരു ശീലം കേട്ടോ. അതായത് നമ്മുടെ കുക്കിംഗ് കഴിയുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പാത്രങ്ങൾ അപ്പം കഴുകി വയ്ക്കാറുണ്ട്. ഈ ശീലം എന്നെ എൻ്റെ അപ്പൂപ്പൻ പഠിപ്പിച്ചതാണ് കേട്ടോ. ഞാൻ എന്ത് നല്ല കാര്യം ചെയ്താലും അതിൻ്റെ ക്രെഡിറ്റ് എൻ്റെ അപ്പൂപ്പന് വേണം. അതായത് എനിക്ക് നല്ലൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അപ്പൂപ്പൻ പറയും അത് അപ്പൂപ്പൻ്റെ സ്വഭാവം കിട്ടിയതാണ്. എനിക്ക് എൻ്റെ എന്തെങ്കിലും മോശം സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ നേരെ അത് അമ്മൂമ്മയുടെ തലയിലോട്ട് വയ്ക്കും. ഇതാണ് എൻ്റെ വീട്ടിൽ നടക്കുന്ന ചെറിയൊരു പ്രതിഭാസം. ഞാൻ അവരെയൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ചില ദിവസങ്ങളിൽ ഞാൻ രാവിലെ കഴിച്ച പാത്രം എൻ്റെ അപ്പൂപ്പനായിരിക്കും കഴുകുന്നത്. ഞാൻ ഈ പാത്രം കഴുകുന്ന അവിടുത്തെ സ്ലാബിൽ കയറിയിരിക്കും. എന്നിട്ട് ഞങ്ങൾ ചെറിയ കഥകളും നാട്ടുവിശേഷമൊക്കെ പറഞ്ഞ് അപ്പൂപ്പൻ എൻ്റെ പാത്രമൊക്കെ കഴുകി വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ അവരൊക്കെ ചുറ്റും ഉണ്ടായിരുന്നു. ഒരു ഭാഗ്യമായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലായേ. അപ്പോൾ അപ്പൂപ്പനെ പറ്റി മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മയ്ക്ക് വിഷമമായല്ലോ. എടുത്ത സാധനങ്ങൾ എടുത്തിടത്ത് തന്നെ വെക്കണമെന്ന് എന്നെ എൻ്റെ അമ്മൂമ്മയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തിടത്ത് തന്നെ തിരിച്ചു വെച്ചു. തെറ്റ് പറയരുതല്ലോ. നൈറ്റ് ഷിഫ്റ്റ് കേടില്ലായിരുന്നു. ആരും വയലൻ്റ് ഒന്നും അല്ലെങ്കിലും എന്താ പറയുക, എല്ലാവർക്കും എന്തോ ഇളക്കമായിരുന്നു. ഇന്ന് ഫുൾ മൂൺ ഡേ ആണ്. ഇന്ന് 13th January 2025. 2025 ഫസ്റ്റ് ഫുൾ മൂൺ ഡേ ആണ്. നമ്മൾ യൂഷ്വലി പറയും ഫുൾ മൂൺ ഡേ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇച്ചിരി സിവിയർ ആവുന്നു. മെൻ്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഫുൾ മൂൺ ഡേ എനിക്ക് കണ്ണിന് കണ്ടുകൂടാ. എനിവേ 12.5 മണിക്കൂർ കഴിഞ്ഞു ഞാൻ വീട്ടിൽ എത്തി. വൻ സന്തോഷം. ആ ഷിഫ്റ്റ് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും എനിക്ക് വീട്ടിൽ പോയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പേഷ്യൻ്റിൻ്റെ കൈ ഈ വിരൽ പിടിച്ച് നേരെ തിരിച്ച് ഭാഗ്യത്തിന് ഒടിഞ്ഞില്ല. എനിവേ എനിക്ക് പൊതുവെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഭയങ്കരമായിട്ട് ഷിഫ്റ്റ് എൻജോയ് ചെയ്യുന്ന ആളാണ്. ഇന്നലെ രാത്രി ശരിക്കും എനിക്കും ഭ്രാന്ത് പിടിച്ചായിരുന്നു. ഭയങ്കര ചിലപ്പോൾ കുറേ ദിവസമായി നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു. അതിൻ്റെയൊക്കെ ആയിരിക്കും. കുറേ ദിവസം എന്ന് പറഞ്ഞാൽ 2 ദിവസം കേട്ടോ. 2 ദിവസമാണെങ്കിലും ഭയങ്കര മെൻ്റലി ഡ്രെയിനിങ് ആയിരുന്നു ഈ ലാസ്റ്റ് ഡേ. അതായത് ഈ കഴിഞ്ഞ ഷിഫ്റ്റ് ഇച്ചിരി മെൻ്റലി ഡ്രെയിനിങ് ആയിരുന്നു. എനിവേ ഇന്ന് എനിക്ക് ഉണർന്നിരിക്കണം. എനിക്കിനി വരുന്നത് ഡേ ഷിഫ്റ്റാണ്. നമുക്ക് അപ്പോൾ ഡേ ഷിഫ്റ്റിന് ഞാൻ ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ റൊട്ടീൻ തന്നെ തെറ്റിപ്പോകും. അതായത് ഇന്ന് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇന്ന് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ രാത്രി എണീക്കും. പിന്നെ നാളെ രാവിലെ ഞാൻ പകൽ ഉറങ്ങും ഫുള്ള്. എന്നിട്ട് പിന്നെ ഞാൻ രാത്രി എണീക്കും. അപ്പോൾ എനിക്ക് വെനസ്ഡേ എനിക്ക് ഡേ ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. സോ ഞാൻ രാത്രി ഉറങ്ങില്ല. അപ്പോൾ എനിക്ക് രാവിലെ എണീക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ റൊട്ടീൻ കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഉറങ്ങിയിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനും ഒക്കെ ഭയങ്കര മോശമാണെന്ന് എനിക്കറിയാം. പക്ഷേ വേറെ നിവൃത്തിയില്ല. നമുക്ക് ഇതൊരു വലിയൊരു പ്രശ്നമാണ്. നമുക്കത് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാപ്പ് നമുക്ക് കിട്ടത്തില്ല ഡേ ഷിഫ്റ്റിന്. എനിവേ എനിക്ക് 2 ഡേ ഷിഫ്റ്റ് ഉള്ളത് എനിക്കൊരു നീണ്ട അവധിയാണ്. വളരെ നീണ്ട അവധിയാണ്. സോ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഞാൻ എക്സൈറ്റഡ് ആണ്. ഞാൻ കുറേ ആ ഒരു ഹോളിഡേസ് ഞാൻ ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഡേ ഷിഫ്റ്റ് അങ്ങനെ ഒരു ഡേ ഷിഫ്റ്റ് എന്നുള്ളൊരു ഇത് വരുന്നില്ല. അതർവൈസ് എനിക്ക് എപ്പോഴും തോന്നുന്നുണ്ട് ഡേ ഷിഫ്റ്റ് പിന്നെയും ആ ഒരു ഇത് തോന്നാറുണ്ട്. അതുവേ ഞാൻ ആ ഡേ ഷിഫ്റ്റ് കഴിഞ്ഞാൽ അവധിയാണ്. ഞാൻ ഇങ്ങനെ ജിന്നാണ് ഈ 2 ഡേ ഷിഫ്റ്റ് ഞാൻ പോകാൻ പോകുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ്റെ കഥ പറഞ്ഞുതരാം. UK വരണം, സൈക്യാട്രിക് നഴ്സായിട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളതെൻ്റെ ആഗ്രഹം തന്നെയായിരുന്നു. പക്ഷേ ഐ ജസ്റ്റ് വാണ്ട് ടു ലീവ് ഇൻ എ ഹൗസ് ഫുൾ ഓഫ് പ്ലാന്റ്സ്. ഇതും എൻ്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ
ഇത് സംഭവിച്ചത് വളരെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. നോക്കൂ, ഞാൻ എവിടെ താമസിക്കുന്നതെന്ന്. മുഴുവൻ ചെടികളുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. എങ്ങനെയാണ് എൻ്റെ ചെറിയൊരു ആഗ്രഹം വരെ ഇങ്ങനെ സാധിച്ചതെന്ന് എനിക്കറിയില്ല. മേ ബി ഇതായിരിക്കാം ദ പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ബോറൻ ഒരു നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നാൽ ഇവിടെ ഒരു 5 മിനിറ്റ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല റിലീഫുള്ളൊരു കാര്യം കേട്ടോ. കൂടാതെ നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു ലോഞ്ചിനുള്ളത്. നമ്മൾ ഭയങ്കരമായിട്ട് എനർജൈസ്ഡ് ആക്കും. അത്രയും പോസിറ്റീവ് എനർജിയാണ് ഈ സ്പോട്ടിനുള്ളത്. ലെറ്റ്സ് സേ ദിസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്പോട്ട് ഇൻ ദിസ് ഹൗസ്. ഹലോ ഗായ്സ്, ഇപ്പോൾ സമയം 7:30 ഇപ്പോഴാണ് എണീറ്റത്. ഞാനൊരു 1 മണിയായപ്പം 1 മണി വരെ ഞാൻ കണ്ടിന്യൂസ് രാവിലെ ഫുഡ് കഴിച്ചിട്ട് 1 മണി വരെ ഞാൻ കണ്ടിന്യൂസ് ഇൻസ്റ്റയിൽ റീൽ കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പം ഞാൻ ഒരു 1:30 ആയപ്പം എന്നാൽ ഒരു മണിക്കൂർ മയങ്ങാന്ന് ഓർത്ത് കിടന്നു. ഇപ്പോൾ സമയം 7:30. ഇത്രയും നേരം ഞാൻ കിടന്നുറങ്ങി. ഞാനൊന്നും ചെയ്തില്ല. എനിക്ക് ഒത്തിരി പ്ലാൻ ഉണ്ടായിരുന്നു, ഇന്ന് ഒന്നും നടന്നില്ല. 7:30 വരെ പോത്തുപോലെ കിടന്നുറങ്ങിയിട്ട് ഇപ്പം കിടന്ന് മുങ്ങിയിട്ട് എന്താ കാര്യം? കണ്ടില്ലേ, ബാത്റൂമിൽ വരെ ചെടികളാണ്. നമുക്കിങ്ങനെ പറഞ്ഞു വെക്കാൻ സമയമില്ല. നമുക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി തിന്നണമെങ്കിൽ സാധനം മേടിക്കണം, കടയിൽ പോകണം. ആക്ച്വലി ഞാൻ റെക്കോർഡിങ് എ വ്ളോഗ് എന്നുള്ള കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നുപോകും. സോ ഞാൻ കടയിൽ പോയിട്ടൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തില്ല, ഷൂട്ട് ചെയ്തില്ല. ഐ വാസ് വെരി ബിസി വിത്ത് ഷോപ്പിംഗ്. സോ ബാഗ് നിറയെ സാധനമാണ്. നല്ല വെയിറ്റാണ്, നല്ല തണുപ്പാണ്. ഞാൻ റോട്ടിൽ കൂടെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിവേ, വീട്ടിൽ ചെന്നിട്ട് ബാക്കി പറയാം. കുറേ പേര് നടന്നു വരുന്നു. സോഷ്യൽ ആൻസൈറ്റിയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഫുൾ മൂൺ ഡേ ആണെന്ന്. ദാ മൂണിനെ ഞാൻ കാണിച്ചു തരാം. ദിസ് മൈ അനദർ ഫേവറേറ്റ് കംഫർട്ട് പ്ലേസ്, ഹാപ്പി പ്ലേസ്. ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി ബാഗിലുള്ള സാധനങ്ങൾ മുഴുവൻ വലിച്ചു വാരിയിട്ടേക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എങ്ങനെ ഒരാളുടെ റൂം ഇത്രയും മെസ്സാക്കാൻ പറ്റുകയെന്ന് എനിക്കറിയില്ല. ഞാൻ നല്ല അടുക്കിപ്പറക്കി വെക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എത്രത്തോളം അടുക്കിപ്പറക്കി വെക്കുന്നു അത്രത്തോളം അലമ്പാക്കാനും അറിയാവുന്ന ഒരാളാണ് ഞാൻ. 8:45 9 മണിയാവാറായി. ഞാനിന്ന് കുക്ക് ചെയ്യണം. എനിക്കിപ്പോൾ കഴിക്കാനായിട്ട് ഞാൻ പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പാസ്ത കുക്ക് ചെയ്യണം. നാളെ എൻ്റെ ഒരു കൊളീഗ് വീട്ടിൽ വരുന്നുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യണം. എന്താണേലും നാളെ രാവിലെ എണീറ്റിട്ട് കുക്കിംഗ് നടക്കില്ല. ആൻഡ് ഐ ആം ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസ്ഡ്. ഞാൻ എന്ത് കുക്ക് ചെയ്യുന്നൊന്നും ഞാൻ വലിയ മാരക കുക്കൊന്നും അതുകൊണ്ട് എനിക്ക് അറിയില്ല. വാട്ട് ഷുഡ് ഐ കുക്ക്? സോ കുറേ പണിയുണ്ട്. ഇന്ന് ഉറക്കം ഗുദാഹവ. ഐ ട്രസ്റ്റ് യൂണിവേഴ്സ്. ഫുൾ മൂൺ ഡേ ഒക്കെ അല്ലേ? ഐ ജസ്റ്റ് ഡിസ്കസ് ദ മാനിഫെസ്റ്റേഷൻ വിത്ത് മൈ ഫുൾ മൂൺ. എല്ലാ ആഗ്രഹങ്ങളും നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ നല്ലോണം വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ മൂൺ ഡേയുടെ ആഘോഷങ്ങളാണ് താഴെ നടക്കുന്നത്. വെറുതെ ഇരുന്ന ചാച്ചനെ നെല്ലിക്ക കഴിപ്പിച്ചിട്ട് കഴിക്കുമ്പോഴുള്ള എക്സ്പ്രഷൻ എന്നാന്ന് നോക്കിയിരിക്കുവാണ് ഞാനിപ്പോൾ. ASMR വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ പാസ്ത ഉണ്ടാക്കാൻ പോവുകയാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അതിൻ്റെ യുദ്ധമായിരിക്കും. ഇങ്ങനെ മിണ്ടാതെ നിന്ന് വെളുത്തുള്ളി അരിയുന്നേ ഉള്ളൂ. എൻ്റെ മനസ്സിൽ കൂടെ ഇപ്പോൾ 100 കോടി സംഭാഷണങ്ങളായിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യനെ കൊണ്ട് എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്ന് ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്. മുട്ട ഇളക്കുന്ന കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇനി എൻ്റെ സ്റ്റൈൽ ഓഫ് പാസ്ത എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാം. ആദ്യം കുറച്ച് ഗീ, വെളുത്തുള്ളി, ഓണിയൻ ഗ്രാന്യൂൾസ്, ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്. ഇതിൻ്റെ കൂടെ ഞാൻ ഉപയോഗിക്കുന്നത് മൈദയാണ്. ഒരു ഭാഗ്യപരീക്ഷണാർത്ഥം മൈദ ഒഴിച്ച് അതിലേക്ക് പാലും ഒഴിച്ച് ഞാൻ കുറുക്കിയെടുക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ എൻ്റെ കയ്യിൽ ആക്ച്വലി പാസ്ത സോസ് ഉണ്ട്. പക്ഷേ പാസ്ത സോസ് എനിക്ക് ഇത്രയും നാൾ എൻ്റെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറേ നാളായിട്ട് പാസ്ത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത പക്ഷം എങ്ങനെ ഇത് ഉണ്ടാക്കാം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇതിൻ്റെ കൂടെ ഞാൻ പാസ്ത സോസും ആഡ് ചെയ്യും, ബട്ട് ഇതും ആഡ് ചെയ്യും. ഇരിക്കട്ടെ, നമ്മൾ പ്രതാപം ഒട്ടും കുറയ്ക്കരുത്. നമ്മൾ നല്ല റിച്ചാണ്. കണ്ടില്ലേ എന്തോരം പാലാണ് ഈ പാസ്തയ്ക്ക് വേണ്ടി കമത്തുന്നതെന്ന്. പണി ചെറുതായിട്ടൊന്ന് പാളി ഗൈസ്. എൻ്റെ മൈദ കട്ട പിടിച്ചായിരുന്നു, അത് പ്രോപ്പറായില്ല. എനിവേ വിശക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അത് ഈ പരിവാണായത്. ഇങ്ങനെ എല്ലാവരും ഇതാവേണ്ടത്. എനിവേ
നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ എത്ര സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കണം. ഒരു കുപ്പി പോലും തുറന്നു തരാൻ ആളില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീകരമായ അന്താരാഷ്ട്ര സമസ്യയാണ്. എന്നാൽ അത് തുറക്കുന്ന പക്ഷം സലാം കാശ്മീരിലെ ജയറാമിനെ പോലെ ആത്മാഭിമാനത്തിൻ്റെ നിമിഷങ്ങളായിരിക്കും. ഒരു പാസ്ത സോസിൻ്റെ കുപ്പി തുറന്നതിനാണ് ഇത്രയും ഷോ. എന്താ ഞാൻ ഒരു സത്യം പറയട്ടെ, ഞാൻ പാൽ ഒഴിച്ചല്ല കുറുക്കിയെടുത്തത്. ശിഖയായ ഞാൻ നേരത്തെ എടുത്ത പാലും കുപ്പിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതാണ് ചേർത്തത്. കള്ളം പറയുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം ഇതിലേക്ക് ഞാൻ ഇനി മുട്ട ആഡ് ചെയ്യുവാണ്. ഒരു കളർഫുൾ അല്ലാത്ത പാസ്ത, കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഫുഡ് കളറൊക്കെ ആഡ് ചെയ്താലോ. നമ്മൾ ഇന്ത്യക്കാരെ എന്തിനെങ്കിലും കളറല്ല സ്വാദ് കൂടണമെങ്കിൽ അവസാനം എന്ത് ചെയ്യും, കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് താളിച്ച് അല്ലേ വറ്റമുളക് ഇട്ട് വേണമെങ്കിൽ ഞാൻ കുറച്ച് എന്തെങ്കിലും ഒരു പൊടികളൂടെ ആഡ് ചെയ്യും കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട്. അങ്ങനെ താളിച്ചൊഴിക്കും. പാസ്തയിലേക്ക് നമുക്ക് കുറച്ച് താളിച്ചൊഴിച്ചാലോ കടുക്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ശകലേ ചേർക്കുന്നുള്ളത് ഞാൻ കുറച്ച് ഉള്ളിയുടെ ഗ്രാന്യൂൾസാണിത്. അത് കുറച്ച് ഒറിഗാനോ, ഇതെന്താ സാധനം എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ കൂടിപ്പോയി ആഡ് ചെയ്തു. അതെങ്കിൽ ഇത് എണ്ണ ചൂടായിട്ട് പോലും ഇല്ലായിരുന്നു. സാരമില്ല, എനിക്ക് വിശന്നിട്ട് മേലെ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്തു. നമ്മൾ മെയിൻ സാധനം ഇട്ടില്ലായിരുന്നു, ചീസ്. ഞാനിത് പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചീസ് മേടിച്ചായിരുന്നു. അത് നമുക്കതിൻ്റെ ടോപ്പിംഗ് ആയിട്ടിടാം. ഇത് കഴിയട്ടെ കേട്ടോ. പാസ്ത ഉണ്ടാക്കണം എന്ന് കുറേ ദിവസമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതായിരുന്നു. കുറേ നാളായില്ലേ, ഇനിയും ഞാൻ പാസ്ത ഉണ്ടാക്കില്ല. എൻ്റെ ബ്രെയിൻ എന്നെ തെറിവിളിച്ചാലോ എന്ന് ഓർത്ത് ഉണ്ടാക്കിയതാണ്. എന്താണെങ്കിലും നൈസായിട്ട് പാളിപ്പോയി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ പേരെന്നായിരുന്നു, ചീസ് സ്ലൈസ് അല്ലേ, സോറി. ഇതിലേക്ക് നമ്മൾ ചീസ് സ്ലൈസ് ഇട്ട് കൊടുക്കാം. ബേസിക്കലി ഉണ്ടല്ലോ, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് പാസ്ത. ഇതിലേക്ക് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനമാണ് പാസ്ത. ബട്ട് സ്റ്റിൽ ഉണ്ടാക്കി പോയില്ലേ, പോകണം. ആക്ച്വലി ഇത് ഭയങ്കര കൂടുതലുണ്ട്. വേണേൽ ഒരു 2 ചീസ് സ്ലൈസ് ആഡ് ചെയ്യാമായിരുന്നു. ബട്ട് ഞാൻ ഒരെണ്ണം ആഡ് ചെയ്തു. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. മോശം പറയരുതല്ലോ, അടിപൊളി പാസ്ത. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമല്ല, ഞാനങ്ങനെ അധികം പാസ്ത ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. എനിക്ക് കിട്ടിയേക്കുന്ന പാസ്ത ഒന്നും ഇത്ര എനിക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വിശന്നിരിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഇല്ല ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്കിഷ്ടപ്പെട്ടു. വേറെ ആർക്കും ഇഷ്ടപ്പെടുമോയെന്നും എനിക്കറിയില്ല. എനിവേ, ഇന്ന് അടിപൊളിയായിട്ടപ്പോൾ ഞാൻ ഫുഡ് കഴിക്കും. വിശക്കുന്നുണ്ട്. ഞാൻ രാവിലെ കഴിച്ചാൽ പിന്നെ ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ വിശക്കുന്നുണ്ട്. പാസ്ത ചീസ് കൂടി ഇട്ടപ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ സ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ ഇങ്ങനെ നൂല് പോലെ കിടക്കുന്നു. ഒരു ചീസ് കൂടി ഇട്ടിരുന്ന ബെറ്റർ ആയനെ. ഞാൻ പിന്നെ ഓർത്ത് അത്രയും ഭയങ്കര ഹെവി ആയി പോവും. എനിക്ക് ഇതിനി ഫ്രിഡ്ജ് വയ്ക്കാൻ പറ്റില്ല, എനിക്കിന്ന് കഴിച്ച് തീർക്കണം. ഓൾറെഡി കൂടുതലുണ്ട്. ഇരുന്ന് പയ്യെ അങ്ങ് കഴിക്കുക. എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ്. ഒന്ന് ഇതും, പിന്നെ എൻ്റെ റൂമിൽ ഞാൻ ബുക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഡിസോർഡറാണ്, അല്ലെന്ന് ഞാൻ പറയാനുള്ള കണ്ടോ, അവിടെ ഇവിടെയും ടോപ്പിലൊക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഐ ലവ് ദ പ്ലേസ്. ഇത് ഞാൻ വെളിയിൽ മഞ്ഞ് കളക്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന പാത്രമാണ്. അപ്പം മഞ്ഞ് വീണപ്പം കളക്റ്റായ മഞ്ഞാണിത്. വിശ്വസിച്ചോ? അയ്യേ, എൻ്റെ വീണ്ടും പറ്റിച്ചേ. വെറുതെ പറഞ്ഞ ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പം ഫ്രീസർ മുഴുവൻ ഇങ്ങനെ ഐസ് വന്നിരിക്കുന്നത്. അത് മുഴുവൻ ഞാൻ കുത്തിപ്പൊളിച്ചെടുത്തതാണ്. ഫ്രിഡ്ജ് തുറന്നുപോയി. ഉറക്കം വരാത്തത് കൊണ്ട് ഒന്നുകൂടെ കയറി നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ചു.
റൂമൊക്കെ വൃത്തിയാക്കി നല്ല നീറ്റാക്കി ബെഡ്ഷീറ്റൊക്കെ മാറി കുറച്ചൊരു കംഫർട്ടബിൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടു. ഇനി ഉറങ്ങാൻ പോവാണ്. സോ ഗുഡ് നൈറ്റ്. എനിക്കറിയത്തില്ല, ഇത് ആർക്കും വലിയ യൂസ്ഫുൾ ആവുന്ന വീഡിയോ ഒന്നുമില്ല. എനിക്ക് എൻ്റെ ഒരു ഡേ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് ഐ റിയലി ഹാവ് ADHD. ഐ ഡോണ്ട് നോ വൈ. കാരണം ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഭയങ്കര പിടപ്പ് ഇൻ ദ സെൻസ് ഞാൻ ഭയങ്കരമായിട്ട് എന്തൊക്കെയൊക്കെയോ ചെയ്ത് കൂട്ടുന്നു. ഐ ഡോണ്ട് നോ. ഓക്കെ, അപ്പോൾ ഞാൻ കിടക്കാൻ പോവാം. ഇനിയും കിടന്നില്ലെങ്കിൽ എന്നെ കോക്കാച്ചി ഒന്ന് പിടിക്കും. അതുകൊണ്ട് വേഗം കിടക്കാം. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഇനിയൊരു വ്ളോഗ് എടുക്കാനുള്ള ആരോഗ്യം ഒന്നുമില്ല. ശരി, ഗുഡ് നൈറ്റ്. ചാച്ചിക്കോ. പോയില്ലേ? ശരിക്കും പറഞ്ഞതാ, ഉറങ്ങിയില്ല കോക്കാച്ചി പിടിക്കും. ഉറങ്ങിക്കോ.